റിട്ടയർഡ് SP ജോർജ് ജോസഫ് ചേരുകയാണ് പ്രതികരണവുമായി. ശ്രീ ജോർജ് ജോസഫ്, വളരെ വലിയ രീതിയിലുള്ള ഒരു തൊണ്ടി മുതലുള്ള ഒരു തിരിമറി, വളരെ ഒരു വിധത്തിലും ഇത് പിടിക്കപ്പെടാത്ത രീതിയിലേക്കൊക്കെ അങ്ങനെയൊക്കെ കരുതിയൊക്കെ ചെയ്ത കാര്യമാണ്. പക്ഷേ വളരെ കൃത്യമായി തന്നെ അത് പിടിവീഴുകയും വലിയ രീതിയിലുള്ള ഒരു ഒരു വിധിയായി ഇപ്പോൾ ആന്റണി രാജുവിനെതിരെ വരികയും ചെയ്തൊരു സാഹചര്യമാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആന്റണി രാജു എന്ന രാഷ്ട്രീയക്കാരനെക്കാലവും ഈ പേടി സ്വപ്നമായി നിന്ന ഒരു കേസായി അത് മാറിയിരുന്നു. ഇപ്പോൾ MLA ആണ് അദ്ദേഹം, അതിൽ ശിക്ഷ വന്നിരിക്കുന്നു. ഈ കേസിനെ, ഇതിന്റെ വിധിയൊക്കെ എങ്ങനെ വിലയിരുത്തുന്നു? ആന്റണി രാജു 1990 കാലഘട്ടത്തിലാണ് ഈ തിരിമറി നടത്തിയത്. അദ്ദേഹം വക്കീലായിരുന്ന സന്ദർഭത്തിലെ വിദേശ പൗരനെ അയാള് ലഹരി മരുന്ന് അയാളുടെ അണ്ടർവെയറിൽ കൊണ്ടുവന്നു, ഇവിടെ വെച്ച് പിടിക്കപ്പെട്ടു. ആ കേസിന് അദ്ദേഹത്തിന് ജാമ്യത്തിന് ആന്റണി രാജുവാണ് അപ്പിയർ ചെയ്ത്. ആന്റണി രാജുവിന്റെ സീനിയർ ഉണ്ടായിരുന്നു. എങ്കിലും കോടതിയിലിരുന്ന ആ തൊണ്ടിയിലെ വകയായ അണ്ടർവെയർ കൊച്ചുകുട്ടികളുടെ ധരിക്കുന്ന അണ്ടർവെയർ ആണ് എന്നൊരു വാദഗതി കൊണ്ടുവന്നു. അതിന് തൊണ്ടി ക്ലാർക്കുമായിട്ട് ചേർന്ന് ആന്റണി ജോർജ് അതിന് തിരിമറി നടത്തി. ആ വലിയവരുടെ അണ്ടർവെയർ കൊച്ചുകുട്ടികളായിട്ട് വെട്ടിച്ചുരുക്കി ചെറുതാക്കി കോടതിയിലെ തൊണ്ടികളുടെ കൂടെ വെച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായിരുന്ന കേസ്. അദ്ദേഹം തൊണ്ടി ക്ലാർക്കും പ്രതിയായി. അത് ഏകദേശം 35 വർഷത്തോളം നിയമയുദ്ധങ്ങളൊക്കെ നടത്തി. ഇപ്പൊ അത് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ്. 6 വകുപ്പുകളാണ് ഇതിനെതിരായി അദ്ദേഹത്തിന് വെച്ചിരിക്കുന്നത്. അത് പ്രൂവ്ഡ് എന്നുള്ള രീതിയിലാണ് ഫൗണ്ട് ഗിൽറ്റി ആയി കഴിഞ്ഞിരിക്കുന്നു. MLA ആയാലും ശരി, നേരത്തെ മുൻ മന്ത്രി ആയാലും ശരി, നിയമത്തിന്റെ വഴിക്ക് പോകും അത് എന്നിപ്പോ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. അതിനകത്ത് ഫൗണ്ട് ഗിൽറ്റി എന്ന് പറഞ്ഞപ്പോൾ 6 വകുപ്പില് വരുന്നുണ്ട്. എങ്കിലും 3 വർഷത്തിനുള്ളിലാണ് ശിക്ഷ ലഭിക്കുന്നെങ്കിൽ എല്ലാം കൂടെ കൺകറന്റ് ആയിട്ട് 3 വർഷം ഒതുങ്ങിയാൽ ആന്റണി രാജുക്ക് ആ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തിട്ട് അപ്പീലിൽ പോകാം. 7 വർഷത്തെ തടവ് ശിക്ഷയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ജാമ്യം കൊടുക്കാൻ കഴിയില്ല. അത് ആന്റണി രാജുവിനെ, അദ്ദേഹത്തിന്റെ തൊണ്ടി ക്ലാർക്കിനെയും റിമാൻഡിലേക്ക് പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.